അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി അല്ലതി ഹീലതി അദ്രികനി യാ റസൂലല്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ സ്റ്റേജിൽ ഉപവിഷ്ടരായ ജമിയത്തുൽ കാര്യദർശി ബംബ്രാണി അബ്ദുൽ ഖാദർ ഖാസിമി അവരുകളെ, അതുപോലെ തന്നെ ജമിയത്തുൽ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈദി, SKSSFൻ്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് പന്തലൂർ, അതുപോലെ തന്നെ ഹാറൂൻ ഹസനി, ഇബ്രാഹിം ബാക്കവി, TM സഹീദ് സാഹിബ്, KL മർദാരമി, കാസിം ദാരമി, മറ്റ് സ്റ്റേജിലും മജ്ലിസിലൊക്കെ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, മുതാലിമീങ്ങളെ, വീക്കായ ടീം അംഗങ്ങളെ, സമസ്തയുടെ പോഷക സംഘടനയായ ഇബാദിൻ്റെയും തലബയുടെയും വിക്കായുടെയൊക്കെ കർമ്മധീരായ പ്രവർത്തകന്മാരെ, സുദീർഘമായി നീണ്ട ഒരു ഉദ്ഘാടന പ്രസംഗം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പ്രത്യേക വിക്കായ ടീമിനെ ആദരിക്കുവാൻ വിളിച്ചു ചേർത്ത പരിപാടിയാണ്. അള്ളാഹു നമ്മളൊക്കെ ഇതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പ്രളയം ഉണ്ടായപ്പോൾ ആ പ്രളയത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ച ജനങ്ങൾ, നമ്മുടെ UT ഖാദർ സാഹിബ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ വരവ് നമ്മൾക്കെപ്പോഴും ആവേശവും അതുപോലെ തന്നെ അനുഗ്രഹവുമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആ പേരും അള്ളാഹു തആല നിലനിർത്തി കൊടുക്കുമാറാണ്. അതുപോലെ തന്നെ മിനിസ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നീട്ടി പറയുന്നില്ല, അദ്ദേഹത്തിന് വേഗം ഞാൻ നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾക്കറിയാം, സ്വന്തം ശരീരത്തിൻ്റെ പ്രയാസം നോക്കാതെ മറ്റുള്ള ജനങ്ങൾക്ക് സഹായവുമായി രംഗത്ത് വന്ന വിക്കായ ടീം കർണാടകയിൽ മാത്രമല്ല കേരളത്തിലും ഇവിടെ പ്രളയം കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചതുപോലെ ഈ പ്രാവശ്യം വിക്കായ അംഗങ്ങളും തന്നെ അവരുടെ ഒരു പ്രളയമായിരുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തും. എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഹജ്ജിന് പോയ ഹാജിമാർക്ക് അവിടെ സേവനം ചെയ്തതിൻ്റെ പേരിൽ സൗദി ഔഖാഫെന്നും അതുപോലെ തന്നെ മക്കയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെടുത്തുനിന്നും അതുപോലെ തന്നെ മറ്റവിടെ ഉത്തരവാദപ്പെട്ടവരെടുത്തുനിന്നുമായി 3 സർട്ടിഫിക്കറ്റുകൾ വിക്കായ ടീമിന് കിട്ടുകയും ഈ പ്രാവശ്യം നമ്മുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫിർ മുത്തുക്കോയ തങ്ങൾ അവിടെ സന്നിഹിതരായത് കൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ അവിടെയുള്ള വിക്കായ ടീമിന് കൈമാറിയത് ലോകം ഇന്നത് കണ്ടു മനസ്സിലാക്കിയവരാണ്. അതുപോലെ കേരളത്തിലും കർണാടകയിലും ഒരുപാട് സേവനങ്ങൾ ചെയ്ത് ഇന്ന് കർണാടക വാസ്തവത്തിൽ കേരളത്തിനൊപ്പം നിൽക്കുന്ന രൂപത്തിൽ തന്നെ സമസ്തയുടെ കൂടെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടാവാം, ഈ വിപ്ലവം കാണുമ്പോൾ എന്നെപ്പോലെ സന്തോഷിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ഈ സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സത്താർ പന്തലൂർ സാഹിബ്. ഞങ്ങൾക്കൊരു കാലഘട്ടത്തിൽ ഇവിടെ പ്രസംഗിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി, സ്റ്റേജ് പോലും കയ്യേറിയപ്പോൾ ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് പറഞ്ഞു, തങ്ങൾ വേഗം സ്ഥലം വിട്ടോളൂ, ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചോളാം. ആ സന്ദർഭത്തിൽ നമ്മളെ സഹായിച്ചത് SM കൃഷ്ണന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ആയപ്പോൾ TM സയ്യിദായിരുന്നു അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവിടുന്ന് നമ്മൾക്കൊരു സമാധാനത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തീർത്തത്. ഞാൻ പറയുന്നത് ആ ഒരു അവസ്ഥ മാറി
മക്കം ഫത്തഹ് നടന്നതുപോലെ ഇന്ന് കർണാടക ആകമാനം ബഹുമാനപ്പെട്ട സമസ്തയുടെയും SKSF-ന്റെയും കീഴിലായി മാറിയിരിക്കുകയാണ് എന്ന സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏത് ശക്തികൾ രംഗത്ത് വന്നാൽ നമ്മൾക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം പേപ്പറുകളും അതുപോലെ തന്നെ പ്രാസംഗികന്മാരും എഴുത്തുകാരും മീഡിയകളും എല്ലാം ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തയെ അനുമോദിച്ചുകൊണ്ടും സമസ്തയെ ഇന്ന് പുകഴ്ത്തിക്കൊണ്ടും സമസ്തയുടെ വ്യക്തികളെ, സമസ്തയുടെ അനുഭാവികളെ, സമസ്തയുടെ നേതാക്കന്മാരെ, സമസ്തയുടെ പ്രവർത്തകന്മാരെ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ കാരണം ഒരു പക്വതയുള്ള നേതൃത്വവും അതുപോലെ തന്നെ ശുദ്ധമായ സൂക്ഷ്മതയുള്ള അക്കായ രൂപത്തിലുള്ള പ്രവർത്തനത്തിൽ അതിന്റെ പിന്നിൽ നമ്മൾ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിന്റെ അനന്തരഫലമായിട്ടാണ്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു കാര്യത്തിൽ രംഗത്തിറങ്ങുമ്പോൾ, ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിഅത്തുൽ ഉലമ, അതല്ലെങ്കിൽ നമ്മുടെ ഖാദിമാർ, അവർ ആഹ്വാനം ചെയ്യുന്നത് വരെ, അവരുടെ ആഹ്വാനം ഉണ്ടാകുന്നത് വരെ ഒരു വേണ്ടാത്തരത്തിലേക്കോ നമ്മുടെ വികാരങ്ങൾക്ക് വിവേകം അടിമപ്പെട്ടുകൊണ്ട് ഒരു തെറ്റായ പ്രവർത്തനത്തിലേക്കോ ഒരു സമരമുറയിലേക്കോ ഇറങ്ങരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയും, നിങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കിയാൽ മതി. പരസ്യമായി എല്ലാം പ്രസംഗിക്കാൻ പറ്റാത്ത സാഹചര്യവും കാലഘട്ടവുമാണ്. നമ്മൾക്കറിയാം, ഇന്ത്യ രാജ്യം വല്ലാത്തൊരു ഭാഷ, ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏത് പെണ്ണിനും ഏത് പുരുഷന്റെ കൂടെയും സമ്മേളിച്ചാൽ, ഏത് പുരുഷന്റെ കൂടെയും അവർ സംഗമിച്ചാൽ അവരെ പേരിൽ കേസെടുക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ ആ അടിത്തറക്ക് തന്നെ കത്തിവെക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ ഇവിടെ പാസ്സായി വരുമ്പോ, വാസ്തവത്തിൽ വക്കീല് മുത്തനാളിലെ ജഡ്ജി എന്ന് പറയുന്നതൊക്കെ, പക്ഷെ അങ്ങനെ ആയി വരുമ്പോ വളരെ പ്രയാസകരമായ ഘട്ടത്തിലാണ് സ്ത്രീകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ ഏതൊരു കാടത്തവും കാണിക്കാത്ത, അല്ലെങ്കിൽ ഏതൊരു നെറുകേടും കാണിക്കാത്ത ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ, ഇവിടെയുള്ള ഇലക്ഷനുകളും മറ്റടുത്ത് വരുമ്പോ ഇവിടെ മുസ്ലിമീങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും തമ്മിൽ തെറ്റിപ്പിക്കുവാൻ പല പ്രസ്താവനകളും അതുപോലെ തന്നെ പലതും ഇവിടെ പ്രചരിപ്പിക്കുമ്പോ അതിന് വേണ്ടി രംഗത്തിറങ്ങാതെ, അതിന് വേണ്ടി ചാടിപ്പിടിച്ച് അതിന്റെ മുന്നിൽ ഇറങ്ങാതെ നമ്മുടെ നേതാക്കന്മാർ എന്ത് പറയുന്നു, സമസ്ത എന്ത് പറയുന്നു എന്ന് ആലോചിച്ചിട്ട് മാത്രമേ രംഗത്തിറങ്ങാവൂ എന്ന് യുവാക്കൾ കൂടുതലുള്ള വിക്കായമുള്ള സദസ്സ് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കിത്വ എന്ന് പറയുന്ന കാശ്മീരുണ്ടായ ചെറിയതായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ അമ്പലത്തിൽ കൊണ്ടുപോയി ദിവസങ്ങളോളം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയപ്പോ അതിനെതിരിൽ ലോകത്തുള്ള സർവ്വജനങ്ങളും പ്രതികരിച്ചപ്പോ, എന്തിനേറെ ഞങ്ങള് കേരള സംസ്ഥാനത്ത് വിഷു എന്ന് പറയുന്ന, ഇവിടെ ദസറ പോലെ അവിടെ വിഷു എന്ന് പറയുന്ന ഒരു വലിയ ഹൈന്ദവ സഹോദരന്മാർ വളരെ സന്തോഷത്തോടെ വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു ദിവസമാണ് വിഷു എന്ന് പറയുന്ന അവരുടെ നല്ല ദിവസം. ആ ദിവസങ്ങളിൽ പോലും അവിടെയുള്ള ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കൾ സന്തോഷം കൊള്ളാതെ മുസ്ലിമീങ്ങളോടൊപ്പം ഖേദത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാഘോഷമില്ല, ഒരു പാവപ്പെട്ട ഒട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത നാട്ടിൽ എന്തൊരു സന്തോഷം എന്ന് പറഞ്ഞ് അമുസ്ലിമീങ്ങളായ സഹോദരന്മാർ മുസ്ലിമീങ്ങളൊപ്പം കൂടിയപ്പോ ആ ജനങ്ങളുടെ ആ സൗഹാർദ്ദ സ്നേഹവും ഈ സമുദായത്തിന് നേരെ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഒരു ബന്ദ് പ്രചരണമുണ്ട്. ഞാൻ ഉദാഹരണത്തിൽ സൂചിപ്പിക്കുകയാണ്. വാട്സപ്പ് ബന്ധായിരുന്നു. കാരണം തന്തയില്ലാത്ത ഒരു ബന്ദ്. ആരാണ് ബന്ദിനെ പ്രഖ്യാപിച്ചതൊന്നുമില്ല, വാട്സപ്പിൽ കൂടി മുസ്ലിമീങ്ങളായ ഹൈന്ദവ സഹോദരന്മാര് വളരെയധികം മോശമായി ചീത്ത പറഞ്ഞിട്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒരു ദിവസം ബന്ദ് ആചരിക്കണം എന്ന് പറഞ്ഞു ബന്ദ് ആചരിപ്പിച്ചു. പക്ഷേ അതിന്റെ പിന്നിലുണ്ടായ രഹസ്യം ആ ബന്ദ് മുസ്ലിമീങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയതുപോലെ ആക്കി തീർത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, അത് വിൽക്കാൻ്റെ ടീമാർ ഒരു ഭാഗത്തിരുത്തുന്നതാണ്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. അതിന്റെ പേരിൽ ഉണ്ടാക്കി തീർത്ത് മുസ്ലിമീങ്ങളിലും ഹിന്ദുക്കളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. വാസ്തവത്തിൽ മുസ്ലിമീങ്ങളോട് സ്നേഹവും അനുകമ്പയും കാണിച്ചിരുന്ന ഹൈന്ദവ സഹോദരന്മാരുടെ ആ വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലേക്ക് ബന്ദ് എത്തിക്കാനായിരുന്നു പരിശ്രമെങ്കിലും കേരളത്തിൽ ഉത്ബുദ്ധരായിരിക്കുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ അവിടെയുള്ള നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സംസ്ഥയും അതുപോലെ തന്നെ പോഷക സംഘടനയും അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകളൊക്കെ അത് ശരിക്കും പ്രവർത്തിച്ചത് കൊണ്ട് വലിയൊരു വിപ്ലവം ഇല്ലാതായി മാറി. എന്നതുപോലെ ഇവിടെയുള്ള പലവരുടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഡീസലിനും പെട്രോളിനൊക്കെ വില കൂടി, അതുപോലെ തന്നെ ബലാത്സംഗങ്ങൾ നാൾക്ക് നാൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളെ പശുവിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്നു. അങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ മുഖമാകമാനം
മാനം കെട്ട ഈ സന്ദർഭത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുമെന്ന് കാണുമ്പോൾ അവസാന നിമിഷത്തിൽ ഇവിടെയുള്ള സമുദായത്തിനെ തമ്മിൽ തല്ലിപ്പിച്ച് അത് വോട്ടാക്കി മാറ്റാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ, നമ്മുടെ യുവാക്കൾ, ന്യൂനപക്ഷ സമുദായം ഒരു കാരണവശാലും അവരുടെ വികാരത്തിലേക്ക് വിവേകം അടിമപ്പെടാതെ വാസ്തവങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ബന്ധെന്നൊക്കെ പറയുമ്പോൾ 10-90 വർഷക്കാലം ഇവിടെ സമുദായ നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയോ അതിന്റെ പോഷക സംഘടനയോ ബന്ദിന്റെ പേര് ആഹ്വാനം ചെയ്തിട്ടില്ല. ബന്ദി എന്ന പേരിൽ പൊതുമുതൽ നശിപ്പിക്കലും, അതുപോലെ തന്നെ ജനങ്ങളുടെ യാത്രാ സൗകര്യം മുടക്കലും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യലും തെറ്റാണെന്നും അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടുന്ന, ശിക്ഷ നൽകപ്പെടുന്ന കുറ്റമാണെന്നും മനസ്സിലാക്കിയത് കൊണ്ടും ചെയ്തത് കൊണ്ടുമാണ് നമ്മുടെ നേതാക്കന്മാർ അങ്ങനെ ആഹ്വാനം ചെയ്യാത്തത്. അത് നമ്മുടെ മുസ്ലിമുകൾ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ബന്ധെന്ന് പറഞ്ഞാൽ ഏതും നശിപ്പിക്കാം, എന്തും ചെയ്യാം, അതൊന്നിനും അല്ലാഹുവിന്റെ ചോദ്യമില്ല എന്ന് നമ്മൾ വിചാരിച്ചു പോകരുത്. നമ്മുടെ ഓരോ പ്രവർത്തനവും അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുന്ന വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണം. ഏത് രംഗത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോ, ഏത് പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഗീയുമ്പോ നമ്മുടെ നേതാക്കന്മാരെന്ന് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഖാദിമാരെന്ന് പ്രഖ്യാപിച്ചു എന്നെങ്കിലും നമ്മൾ ആലോചിക്കേണ്ട അവസ്ഥയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കർണാടക സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യം തന്നെ പ്രയാസകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സുദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് വികായ ടീമിനോട് ഒന്നുകൂടി ഊന്നി പറഞ്ഞുകൊണ്ട് SKSF-നെ സംബന്ധിച്ചോ സമസ്തയെ സംബന്ധിച്ചോ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 99-ന്റെ ശേഷം ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും, സമയങ്ങളിലും, മാസങ്ങളിലും, മാറ്റുകളിലും, അതുപോലെ തന്നെ കേന്ദ്രങ്ങളിലൊക്കെ സമസ്തയെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കുകയും അത് ശരിക്കും മനസ്സിലാവുകയും ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരും തന്നെയാണ് നമ്മുടെ ഇവിടെ ഇപ്പോ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മൾക്കറിയാൻ നേരത്തെ സ്വാതന്ത്ര്യം സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട അവറുകളും അതുപോലെ തന്നെ സുഹൃത്ത് ബഹുമാനപ്പെട്ട മജ്‌ലിസിലുണ്ട്. അവരെല്ലാം തന്നെ ബഹുമാനപ്പെട്ട സമസ്തയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ സംഘടനയിലേക്ക് കടന്നു വരികയും അവരുടെ ജീവൻ ഭരണ പോരാട്ടമാണ് ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് വേണ്ടി, SKSF-ന് വേണ്ടി, സമസ്തയുടെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾക്കറിയാം. അങ്ങനെ എല്ലാ മേഖലകളിലും ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെയാണ്. ഞാൻ ആരെയും ഇത് വർപ്പിക്കാനോ ബേജാറാക്കാനോ പറയുന്നതല്ല. ഇൻഷാ അല്ലാഹ് മറ്റുള്ളൊരു ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഔദ്യോഗിക പറയാൻ തന്നെ ബഹുമാനപ്പെട്ട മുശാവറയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബംബ്രാണി അവരുടെ സദസ്സിലുണ്ട്. ഞാൻ മറ്റു മേഖലകളിലൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം കൂടി സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ ഐക്യവുമായി, ഐക്യ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ കാര്യം ബഹുമാനപ്പെട്ട സാഹിബിനെ സൂചിപ്പിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐക്യം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹ്. പക്ഷേ ഐക്യമായതിനു ശേഷം നടത്തേണ്ട പല സംഗതികളും നമ്മുടെ ചെറുപ്പക്കാർ അറിയാതെയോ അറിഞ്ഞോ ചെയ്യുന്നുണ്ടോ സംശയിക്കുന്നു. കാരണം പല കല്യാണ പരിപാടികളിലോ അതല്ലെങ്കിൽ മറ്റുള്ള മറ്റേതെങ്കിലും പരിപാടികളിലൊക്കെ നമ്മുടെ നേതാക്കന്മാരും സയ്യിദന്മാരും മറ്റുള്ള സമസ്തയിൽ നിന്ന് പുറത്തു പോയവരോ അല്ലെങ്കിൽ പുറത്താക്കിയവരോ ഒക്കെ ആയി സംബന്ധിക്കുമ്പോൾ ആ ഫോട്ടോ മാത്രം എടുത്ത് അവരൊക്കെ റാഹത്തിലാണ്, സന്തോഷത്തിലാണ്, ഐക്യത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് നമ്മുടെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനം മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ എന്ന് നാം സംശയിക്കണം. ഞാൻ ഉദ്ദേശിച്ച് പറയുന്നതല്ല, നമ്മുടെ ഐക്യം നിലനിന്ന് കാണാൻ തന്നെയാണ് ആഗ്രഹം. നമ്മുടെ നേതാക്കന്മാർ സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിച്ച് ഐക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ് അങ്ങനെയുള്ള എല്ലാ സൗഹാർദ്ദങ്ങളും മറ്റൊക്കെ. അതിന്റെ മുമ്പ് നമ്മുടെ പ്രവർത്തനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകരുത്. ആരും ചീത്ത പറയണമെന്നോ അല്ലെങ്കിൽ അവഹേളിക്കണമെന്നല്ല പറഞ്ഞതിന്റെ വായന. നമ്മൾ നമ്മുടെ പ്രവർത്തനവുമായി വളരെ സത്യസന്ധമായി മുമ്പ് പ്രവർത്തിച്ചതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നേതാക്കന്മാർ കാണിച്ചു തന്ന പാതയിൽ കൂടി മുന്നോട്ട് പോകാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സുദീർഘമായി പറയുന്നത് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിക്ക് ജമിഅത്തുൽ-ഉലമയുടെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമ്മുടെ വികായ ടീമിനെ ഒന്നും കൂടി അനുമോദിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രവർത്തനം നമ്മൾക്കറിയാം, അത് വളരെയധികം ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിലേക്ക് കൂടി ആക്കിയതാണ്. മതസൗഹാർദ്ദം എന്ന് ഞാൻ പറയുന്നില്ല. മതങ്ങൾ നമ്മൾ സൗഹാർദ്ദമാകൂലല്ലോ. മതം എങ്ങനെ നമ്മൾ സൗഹാർദ്ദമാകുക? മതം, നമ്മുടെ മതം ഇസ്ലാം മതം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന തൗഹീദ് തന്നെ ലാ ഇലാഹ എന്ന് പറയുന്ന നഹി കൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. എങ്ങനെ അത് ഒരു സൗഹാർദ്ദത്തിലേക്ക് എത്തൂല? പിന്നെ ആരാ സൗഹാർദ്ദമാവേണ്ടത്? മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദമാണ്. മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം, മതം തമ്മിലുള്ള സൗഹാർദ്ദമാവൂല. നമ്മൾക്കിപ്പം മത സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് കൊണ്ടുവരാൻ പറ്റുമോ?
അത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് അമുസ്ലിമായ സഹോദരനെ പിടിച്ച് പള്ളിയിൽ കയറ്റി നിസ്കരിപ്പിക്കാനോ ഓനെ കൊണ്ട് നോമ്പ് നോപ്പിക്കാനോ പറ്റുമോ? ഇല്ല. ഓരോ മതസ്ഥരും അവരവരുടെ മതം അവരവരുടെ ആചാരം അനുസരിച്ചിട്ട് ജീവിക്കണം. അതാണ് വാസ്തവത്തിൽ മനുഷ്യർ തമ്മിൽ മനുഷ്യൻ എന്ന നിലക്കുള്ള സൗഹാർദ്ദം നമ്മൾ തമ്മിൽ വേണം. സൗഹാർദ്ദം മതസൗഹാർദ്ദം പറഞ്ഞ് വാസ്തവത്തിൽ ശിർക്കോ വൃദ്ധത്വമാകുന്ന ഒരു അവസ്ഥ നമ്മളെ ഭാഗത്ത് വന്നു പോകരുത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഏതെല്ലാം കാര്യങ്ങൾ ചെയ്താൽ ഏതെല്ലാം കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു വൃദ്ധത്തായി പോകും എന്ന് പറഞ്ഞാൽ മുസ്ലിമായ മനുഷ്യൻ ശിർക്കിൽ അകപ്പെടുന്ന അല്ലെങ്കിൽ ഇസ്ലാമിന് വ്യതിചരിച്ചു പോകുന്നതിന്റെ പേരാണ് മുർത്തത്ത് എന്ന് പറയുന്നത്. ആ മുർത്തത്താകുന്ന ഒരു അവസ്ഥ നമ്മൾക്കറിയാലോ. ചിലവരൊക്കെ പ്രസംഗിക്കുമ്പോ നബിദിനം കൊണ്ടാടുന്നത് എന്താ തെളിവ്? അത് നഖം മുറിക്കുന്ന തെളിവ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുമ്പോ നമ്മുടെ ഉസ്താദുമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഒരു ശരയിൽ അറിയപ്പെട്ട ഒരു നഖം മുറിക്കൽ എന്ന് പറയുന്ന സുന്നത്ത്, ആ സുന്നത്തിനാരെങ്കിലും നിഷേധിച്ചാൽ ഒരു ഇസ്ലാമിന് പുറത്തു പോകുന്ന മുർത്തത്തായി പോകും. ആ സുന്നത്തിനാരെങ്കിലും നിഷേധിച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ ഇസ്ലാമിന് വ്യതിചരിച്ചു പോകുന്ന മുർത്തത്തായി പോകുന്ന ഒരു വാക്കും പ്രവൃത്തി നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അപ്പം മതം തമ്മിലല്ല സൗഹാർദ്ദം, മനുഷ്യർ തമ്മിലാണ് സൗഹാർദ്ദം ഉണ്ടാവേണ്ടത്. ആ സൗഹാർദ്ദം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അവിടെ ഒരാളെ രക്ഷപ്പെടുന്ന വിഷയത്തിൽ, അവർക്ക് ചോര കൊടുക്കുന്ന വിഷയത്തിൽ, ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ, അവരെ ശുശ്രൂഷിക്കുന്ന വിഷയത്തിൽ, സഹായിക്കുന്ന വിഷയത്തിൽ, എല്ലാ മേഖലകളിലും അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ സൗഹാർദ്ദപരമായ രൂപത്തിൽ നമ്മൾ പെരുമാറണം. ആചാരങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ അതിന് മുസ്ലിമിന്റെ കർമ്മമാണ്, ഹിന്ദുവിന്റെ കർമ്മവും ആചാരവുമാണ്. ആചാരങ്ങൾ തമ്മിൽ സൗഹാർദ്ദം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഫിഖിന്റെ കിതാബുകളിൽ നമ്മൾ മഹാന്മാർ ഇമാമികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൗഹാർദ്ദം പറഞ്ഞ അവസാനം മുർത്തത്തായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തുന്നുണ്ടോ എന്ന് പേടിക്കണം എന്ന സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം രാവിലെ മുസ്ലിം, വൈകുന്നേരം ആകുമ്പോൾ കാഫിർ, വൈകുന്നേരം മുസ്ലിം, രാവിലെ ആകുമ്പോൾ കാഫിറാകുന്ന ഒരു കാലം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ മക്കൾ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ മക്കൾ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി, ഡിസംബർ 1 മുതൽ 5 വരെയാണ് എന്റെ വാപ്പാന്റെ ആണ്ടും അതുപോലെ തന്നെ തുകലെടുത്ത് നടക്കുന്ന ഖുത്ബത്ത് വാർഷികവും. 1 മുതൽ 5 വരെയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ദാബു ഉസ്താദും കാസിം ഉസ്താദും അങ്ങനെയുള്ള നമ്മളെ എല്ലാ പണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഒന്നും കൂടി വിജയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയും അവിടത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.